ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കൊരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ കേക്കാണിത്. നമ്മളിതിലൊരു സ്പെഷ്യൽ ഫില്ലിങ്ങും സ്പെഷ്യൽ സിറപ്പും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സി ഉപയോഗിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ വെയിറ്റും റേറ്റും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 400 ഗ്രാം ആപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറിയ ആപ്പിളാണ് കേട്ടോ. അപ്പോൾ 4 ആപ്പിളുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട ആണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണ്, അധികം കട്ടിയില്ല, അതാണ് ഇത്രയും വലുപ്പത്തിലുള്ളത് ഇടുന്നത്. അതോടെ ഇട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ് അത്. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കണം. സാധാരണ അലൂമിനിയം പാത്രമാണ്. ഒരു റിങ്ങും ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് 1 മിനിറ്റൊക്കെ ഹൈ സ്പീഡിലിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആപ്പിൾ കേക്കല്ലേ, അപ്പോൾ നമുക്ക് ആപ്പിൾ ചേർക്കണ്ടേ. ആപ്പിൾ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 1 ആപ്പിളാട്ടോ എടുത്തത്. അത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്. അത് നമുക്ക് ഈ പഞ്ചസാര പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത് അതും കൂടെ നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പാനിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ ബാറ്ററിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വിനീഗർ ചേർത്താൽ മതി. അല്ലെങ്കിൽ ബീറ്റർ വെച്ചൊക്കെ അടിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ വിനീഗർ ചേർക്കണമെന്നില്ല. ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്ക്യൂർ വെച്ചൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം. ഇളക്കിയാൽ മതി. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടുണ്ട്. 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിയുകയും ചെയ്തു. നമുക്ക് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നോക്കണം കേട്ടോ, ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. നമുക്ക് സ്ക്വയർ വെച്ചൊന്ന് കുത്തി ഒന്നും പറ്റിപ്പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാനായിട്ട് വെക്കുമ്പോൾ തുണിയിട്ട് മൂടി വെക്കണം, അറിയായിരിക്കുമല്ലോ. അതവിടെ ഇരുന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ഇത് കേക്കിന് വേണ്ടിയിട്ടുള്ള സിറപ്പും കേക്കിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി 2 ആപ്പിൾ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് നിറച്ചുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചായ അരിപ്പില്ലേ, ആ ചായ അരിപ്പയിൽ കൂടെ ഇതൊന്ന് അരിച്ചൊഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്പിൾ എത്ര അരിച്ചാലും ഒരു തരിതരിപ്പ് ഉണ്ടാകും. ആ തരിതരിപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ ഒരു ചായ അരിപ്പയിൽ കൂടെ അരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ള തുണിയിൽ കൂടെ അരിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ആദ്യത്തെ അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം ഇത്രയും വേസ്റ്റ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങ് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒരു ആപ്പിൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പൊക്കെ ഉണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു തരി ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സിറപ്പ് തിളപ്പിച്ച വെള്ളത്തിലിട്ട പട്ടയില്ലേ, ആ പട്ടയുടെ കഷ്ണം അത് മാത്രം മതി. അതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ടാവും ഇതിലും. അപ്പം അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി
പട്ട എടുത്തങ്ങ് മാറ്റി കോരിയെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും സിറപ്പും റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് തണുക്കട്ടെ. പെട്ടെന്ന് തന്നെ ഫാൻ്റെ ചുവട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഒരു 1.25 കപ്പൊക്കെ ക്രീം എടുത്ത് വിപ്പ് ചെയ്യുന്നുണ്ട്. 1.5 ആയാലും മതി. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ ആകുമ്പോൾ തിക്കാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് വിസ്ക് വെച്ച് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് ചെയ്യാം. മിക്സിയിൽ ചെയ്യേണ്ടവർക്ക് മിക്സിയിലും ചെയ്യാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിഭാഗമൊക്കെ കുറച്ച് കളറൊക്കെ മാറി കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. ഇതിപ്പം ഒന്നും ആയിട്ടില്ല. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് വെച്ച് നമ്മുടെ കേക്ക് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും അങ്ങ് ആവുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. കേക്ക് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഏറ്റവും ടോപ്പിലത്തെ ലെയറാണ് ആദ്യം വെക്കുന്നത്. എന്നിട്ട് അതിലേക്കും സിറപ്പ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച സിറപ്പ് മുഴുവനും ഈ കേക്കിൽ ഒഴിക്കണേ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. നല്ല നിറച്ചും ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തുമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആപ്പിളിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഈ ആപ്പിളിൻ്റെ ഫില്ലിംഗ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതെന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല. നല്ലൊരു ഫ്ലേവറാണത്. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ സംഭവം ഇതിനകത്ത്. അപ്പോൾ ഇത് കാശ്മീരിൽ നിന്ന് കൊണ്ടിരുന്നു എന്തോ അല്ലേ, എന്തോ ഒരു സംഭവം അല്ലേ, അതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവേ ഇല്ല. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ വൈറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ 2 സൈഡും ഒരേപോലെ നല്ല സോക്കായിട്ട് കിട്ടും. ചില കേക്കുകളൊക്കെ കുറച്ച് ഡ്രൈ ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ സോക്കാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 സൈഡും സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ക്രീം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങ് ഇടുന്നുണ്ട്. കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും ഒരു 5-6 കാഷ്യൂനട്ട് മതിയാവട്ടെ ഇതിന് മുഴുവനായിട്ടും. അതും കൂടെ ഇട്ടിട്ടുണ്ട്. അടുത്ത ടോപ്പ് ലെയർ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിലെ അതാണ് ഏറ്റവും മുകളിൽ വെക്കാറ്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണേ, അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. മുകളിൽ കവർ ചെയ്തതിന് ശേഷം സൈഡിലും അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ പാലറ്റ് നൈഫ് വെച്ച് എല്ലായിടത്തും ഒന്ന് ലെവലാക്കിയതിന് ശേഷം സ്ക്രൈപ്പർ വെച്ച് അങ്ങ് വലിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ, ക്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് കൈക്ക് ചെറിയൊരു പ്രോബ്ലമൊക്കെ ആയി ഉണ്ട്. ക്രീം കേക്കുകൾ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കൈക്കൊക്കെ. പലരും ആദ്യം കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്നൊരു പ്രശ്നമാണ് നമുക്ക് കേക്കിൻ്റെ ഷേപ്പ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ ചെയ്തേ നമുക്ക് ആ ഷേപ്പൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ കുറേ കാലം ചെയ്യാതിരുന്നാലും നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാണ്ട് ഇങ്ങനത്തെ സിക്സാക് ഷേപ്പിലുള്ള സ്ക്രൈപ്പർ വെച്ചൊന്ന് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അത് ഡിസൈനിന് വേണ്ടി മാത്രം. നമുക്ക് കുറച്ച് ക്രീം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനകത്തോട്ട് കുറച്ച് റെഡ് കളറൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേണമെന്നില്ല, ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സൈഡിൽ ആക്കിയിട്ട് സ്ക്രേപ്പർ വെച്ചൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. അത് മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആപ്പിൾ കേക്ക് ഇല്ലേ, ഒരു ആപ്പിളിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് നടുഭാഗം അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി 2 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വളരെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് അറ്റത്തൊന്നൊന്ന് കുത്തിയിട്ട് പതുക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം ഇതുപോലെ അങ്ങ് വിടർന്നിങ്ങനെ വന്നോളും. ആപ്പിൾ മുറിക്കുമ്പോൾ എപ്പോഴും സ്റ്റീലിൻ്റെ കത്തി കൊണ്ട് മുറിക്കണേ. ഇരുമ്പിൻ്റെ നമ്മുടെ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് കറുത്തു പോകും. പിന്നെ അതിന് മുകളിലേക്ക് കളറൊന്നും മാറാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് തേനോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ആക്കി കൊടുക്കാം. നല്ല തിക്കാക്കിയിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ആപ്പിളിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് കുത്തി വെച്ച് കൊടുക്കാം. അത് ശരിക്കും ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറി കൂടെ വെച്ച് കൊടുത്താൽ അടിപൊളിയായി. അതുപോലെ ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കൊക്കെ എന്തായാലും കളറൊക്കെ മാറിപ്പോവും. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ചെയ്യാം. നമ്മുടെ പണ്ട് മുതലേ ഉള്ള കേക്കുകളൊക്കെ പലരും സെയിൽ ചെയ്യുന്നത് കണ്ടാൽ പോലും മനസ്സിലാവില്ല ഞാൻ ചെയ്ത ഡിസൈനൊന്നും അല്ലാന്ന് തന്നെ തോന്നും. അത്രയും നല്ല ഗംഭീര ഡിസൈനിലൊക്കെ ചെയ്തൊക്കെ സെയിൽ ചെയ്തെന്ന ഫോട്ടോസൊക്കെ ഞാൻ കാണാറുണ്ട് നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ട്. ചിലർ നമ്മൾ അതേ ഡിസൈൻ തന്നെ വെച്ചിട്ട് സെയിൽ ചെയ്യാറുമുണ്ട്. എന്തായാലും സന്തോഷം. അത് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. 2 എണ്ണം ചെയ്തത് ഇങ്ങനെ അങ്ങ് വെക്കുമ്പോൾ അതൊരു വെറൈറ്റി ഡിസൈനായിട്ട് വരും. നമുക്കതിൻ്റെ മുകളിലേക്ക്
എഡിബിൾ പേൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഷുഗർ ബോൾസ് ആണ്. അടിപൊളി. ഞാനൊന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1.25 കിലോ ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് നമുക്ക് 700 to 800 ഒക്കെ വാങ്ങിക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോഴേ ആ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല ഈ കേക്ക് കഴിക്കേണ്ടത്, നാളെയാണ്. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. പിന്നെ ആ സിറപ്പ് അടിപൊളി ടേസ്റ്റാണ്. കേക്ക് കഴിക്കുമ്പം ഇടയിൽ കൂടെ ആപ്പിൾ കടിക്കുന്ന സമയത്ത് എന്താണ് ആ ഫ്രൂട്ടെന്ന് മനസ്സിലാവുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസിന് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ക്രീമില്ലാതെ ഉണ്ടാക്കിയ ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തുകൂടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കേക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കൊടുക്കാനായിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് എടുത്ത് വെക്കുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ വീണ് എല്ലാം കുളമായിപ്പോൾ ക്രീം കേക്ക് അല്ലേ. അപ്പോൾ അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാക്ക് ചെയ്യാനായിട്ട് ഒരു ട്രിക്ക് പറയട്ടെ. ഇതുപോലെ ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് വെക്കുക. എന്നിട്ട് അതിലേക്ക് കേക്ക് പീസസ് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പാത്രം എടുത്ത് അങ്ങ് അടച്ചു വെക്കണം. പാത്രം അടപ്പായിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ തന്നെ അങ്ങ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ മോൾ ഭാഗം എടുത്ത് പൊക്കി കൊണ്ടുവരുത്, അടിഭാഗം കൂടെ കൂട്ടി പിടിച്ച് വേണം കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.